ഹായ് ഓൾ, വെൽക്കം ടു SCT സമഗ്ര. വേൾഡ് ജോഗ്രഫിയിലെ 2025 PSC ക്വസ്റ്റ്യൻസ് ആണ് വായിക്കുന്നത്. ഓക്കെ, ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? ഓപ്ഷൻസ് വായിക്കാം. 29.9%, 20%, 20.9%, 22%. എത്ര വരുന്നത്? ആൻസർ 20.9% കേട്ടോ. കറക്റ്റായി പറയുമ്പോൾ 20.9% ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികൾ പൊരുത്തപ്പെടുക. അന്തരീക്ഷ പാളികളോ അവയുടെ സ്വഭാവ സവിശേഷതകളോ. ഇത് അയണോസ്ഫിയറിലെ പാളികളാണ്. ഫസ്റ്റത്തെ D പാളി, രണ്ടാമത്തെ E പാളി, മൂന്നാമത്തത് F പാളി, ഫോർത്ത് G പാളി. അപ്പൊ ഇതിന്റെ സ്വഭാവ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് +1 ജിയോഗ്രഫി ബുക്കിലുണ്ട് കേട്ടോ. ജസ്റ്റ് മാച്ച് ചെയ്യാം. D പാളി എന്നത് ഈ പാളി കുറഞ്ഞ ഫ്രീക്വൻസി റേഡിയോ തരംഗങ്ങളുടെ സിഗ്നലുകളെ പ്രതിഫലിപ്പിക്കുന്നു. എന്താണ് ഈ പാളി? കുറഞ്ഞ ഫ്രീക്വൻസി റേഡിയോ തരംഗങ്ങളുടെ സിഗ്നലുകളെ പ്രതിഫലിപ്പിക്കുന്നു. കൂടുതലായിട്ട് പകൽ സമയത്താണ് അയോണുകൾ ആക്കി മാറ്റുന്നത് കേട്ടോ. അതാണ് D പാളി. നെക്സ്റ്റ് E പാളി. E പാളി എന്നത് കെന്നലി ഹെവിസൈഡ് പാളി എന്നറിയപ്പെടുന്നു. ഈ പാളി എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കെന്നലി ഹെവിസൈഡ്. ഈ പാളിയാണ് കെന്നലി ഹെവിസൈഡ് പാളി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ആണ് F പാളി കേട്ടോ. F പാളി, ഈ പാളിയെ അപ്പിൾട്ടൺ പാളി എന്ന് വിളിക്കുന്നു കേട്ടോ. F പാളി എന്താണ്? അപ്പിൾട്ടൺ പാളി എന്ന് വിളിക്കുന്നത് F പാളിയാണ്. F പാളിയെ അപ്പിൾട്ടൺ പാളി എന്ന് വിളിക്കുന്നത്. F പാളിയാണ് അപ്പിൾട്ടൺ പാളി എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ആണ് G പാളി. G പാളി രൂപം കൊള്ളുന്നത് 400 കിലോമീറ്ററിനോ അതിനു മുകളിലുമാണ്. മിക്കവാറും പകലും രാത്രിയും നിലനിൽക്കും. അത് G പാളി. G പാളി അല്ലെങ്കിൽ F2 പാളി എന്നാട്ടോ പറയുന്നത്. ഇനി ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. ഇതെന്താണ്? ഈ പാളികള് അയണോസ്ഫിയറിലെ അയണോസ്ഫിയറിലെ പാളികളാണ്. റേഡിയോ തരംഗങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. ഫസ്റ്റ് തന്നെ D പാളി. D പാളി കുറഞ്ഞ ഫ്രീക്വൻസി റേഡിയോ തരംഗങ്ങളെ സിഗ്നലുകളായിട്ട് പ്രതിഫലിപ്പിക്കുന്നു. E പാളി ആണെങ്കിലോ, ഈ പാളി കെന്നലി ഹെവിസൈഡ് പാളി എന്ന് പറയുന്നു. F പാളി ആണെങ്കിൽ ഈ പാളിയെ അപ്പിൾട്ടൺ പാളി കേട്ടോ. F പാളിയാണ് അപ്പിൾട്ടൺ പാളി. ഈ പാളി എന്റെ പേരെന്താ? കെന്നലി ഹെവിസൈഡ് പാളി എന്നറിയപ്പെടുന്നു. F പാളി ആണെങ്കിൽ അപ്പിൾട്ടൺ പാളി എന്നറിയപ്പെടുന്നു. G പാളി ആണെങ്കിലോ അത് രൂപം കൊള്ളുന്നത് 400 കിലോമീറ്ററിനോ അതിന് മുകളിലുമാണ്. മിക്കവാറും പകലും രാത്രി നിലനിൽക്കുന്ന പാളിയാണ് G പാളി. ഇത്ര ഇതിൽ പറയാൻ പറ്റുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് +1 ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പൊ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയെന്ന് പറഞ്ഞത് 20.9%. അയണോസ്ഫിയറിലെ പാളികളാണ് പറഞ്ഞത് D പാളി, E പാളി, F പാളി, G പാളി. ഓക്കെ, താങ്ക് യു.